ട്രംപിനോട് പോയി പണി നോക്കാൻ പറഞ്ഞു ഇറാൻ. അതായത് ദോഹയിൽ വെച്ചിട്ട് നടക്കാനിരിക്കുന്ന ആ ഒരു ചർച്ചയുണ്ടല്ലോ, അതിൽ നിന്നും ഇറാൻ ഇപ്പോ പുറകോട്ട് പോയി, ബാക്കോട്ട് അടിച്ചു. നേരിട്ടുള്ള ചർച്ചകൾ ഒന്നുമില്ല എന്നാ പറഞ്ഞു. ട്രംപ് നന്നായിട്ടൊന്ന് നാറിയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് നാണം കിട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ട്രംപ് സ്ഥിരീകരിച്ചു ദോഹയിൽ വെച്ച് ചർച്ച നടത്തുമെന്നുള്ളത്. സ്ഥിരീകരിച്ചു എന്നാട്ടോ, അല്ലാതെ ചിലപ്പോ ഉണ്ടാവും, അങ്ങനെയൊന്നുമല്ല, സ്ഥിരീകരിച്ചു. എന്നിട്ടാണ് ഇറാൻ പറയുന്നത്, അബ്ബാസ് അറാക്ചി അടക്കം പറഞ്ഞത്, എന്ത് ചർച്ചയൊന്നുമില്ല, നേരിട്ടുള്ള ചർച്ചകളൊന്നും ഇപ്പൊ തീരുമാനമായിട്ടില്ല, ആദ്യമന്മാര് പറഞ്ഞ വാക്ക് പാലിക്കട്ടെ എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. ഇനിയിപ്പോ ചർച്ചക്ക് പോവുകയാണെങ്കിൽ തന്നെ എന്തായിരിക്കും സംഭവിക്കുക? അമേരിക്ക എന്തായിരിക്കും പറയാ? എന്തായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്? ഈ ഒരു കാര്യത്തെ കുറിച്ച് ട്രംപ് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം ആദ്യം. ഇതാണ് ഞാൻ സ്ഥിരീകരിക്കുന്നത്. ഞങ്ങള് നാളെ എന്താ പറയാ ദോഹയിൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്, നേരിട്ട് ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. They're going to Qatar. I think they've already left, or they're just about getting ready to leave. So we'll see how that goes. But we're doing very well on that front. But the meeting in Doha is going to be perhaps important, perhaps not. We're going to find out. But we're winning militarily. It's almost won militarily, I would say. അതായത് ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, meeting in Doha is going to be perhaps important, perhaps not. We're going to find out. But we're winning militarily. It's almost won militarily, I would say. And it's really very simple. It's the denuclearization of Iran. We don't want them to have a nuclear weapon, and they're not going to have a nuclear weapon. And they've agreed to that, in all fairness. അതായത് സംഗതി എന്താണെന്നറിയോ, ഞങ്ങള് ഖത്തറില് ചർച്ചക്കൊക്കെ പോകുന്നുണ്ട്, ചിലപ്പോ നടക്കും, ചിലപ്പോ അത് ഇമ്പോർട്ടന്റ് ആയിരിക്കും, ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല. അതായത് ഇതൊരു ഉരുണ്ടു പെരളലാണ് അവിടെ കിടന്നിട്ട്. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ വല്ല ഇങ്ങനെ നിർത്തിയിട്ട് പിന്നെ പറയുന്നത് നേരെ ന്യൂക്ലിയർ വെപ്പണിലോട്ടാ പോയെ. ഈ ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ഇസ്രായേല് 2000 മുന്നേ ഇസ്രായേല് പറയുന്ന സാധനമാണ്. ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്, ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാൻ പോകുന്നുണ്ട്, ഇതേ ഇറാൻ വരുന്നേ, അയ്യോ ഇറാൻ നമ്മൾ ബോംബിടാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നരേറ്റീവ് സെറ്റ് ചെയ്ത പരിപാടി ഉണ്ടല്ലോ. എന്ത്, ഇറാൻ ഒരു ന്യൂക്ലിയർ രാജ്യമാവും, ന്യൂക്ലിയർ രാജ്യമായിട്ടുണ്ടെങ്കിൽ അമേരിക്കക്ക് അത് വലിയ ത്രെട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്രായേൽ സെറ്റ് ചെയ്ത ആ നരേറ്റീവ്, അത് ആക്ച്വലി പൊളിഞ്ഞടങ്ങി. അതായത് അമേരിക്കയിലും അതേപോലെ തന്നെ ഇസ്രായേലിലടക്കം ആ നരേറ്റീവിനെ ഇനി വിശ്വസിക്കത്തില്ല ആൾക്കാര്. അതാണ് പോയിന്റ്. എന്നിട്ട് വീണ്ടും ആ നരേറ്റീവിൽ കടന്നിങ്ങനെ ഉരുളാണ്. ഇറാൻ ഒരിക്കലും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ പോകുന്നില്ല, ഇറാന് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ സമ്മതിക്കത്തില്ല, അതിന് ഇവന്മാര് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കത്തില്ല, ഇറാന്റെ ഫത്വ അതാണ് എന്നുള്ളത് ഇറാൻ അതിന് മുന്നേ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്, ഇറാൻ അതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് കാര്യത്തിനാണ് ഈ ന്യൂക്ലിയറിൽ ഇങ്ങനെ കടന്നു കളിക്കുന്നത്? മാത്രമല്ല ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇവരെ ഈ പറയുന്ന ബരാക് ഒബാമയുടെ കാലത്തടക്കം ഇവരുടെ ന്യൂക്ലിയർ സൈറ്റിലോട്ട് അത് തുറന്നു കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി പരിശോധിച്ചിട്ടുണ്ട്, പരിശോധനയുടെ ബാക്കി പത്രമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ കരാറിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഇറാന് ചില റിലാക്സേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനോട് ഒരു തരത്തിലും അംഗീകരിക്കാത്തത്, ഇതിനെ ഒരു തരത്തിലും അംഗീകരിക്കൂല, ലക്ഷക്കണക്കിന് ഡോളർ മുടക്കിയിട്ട് ഈ കരാറിനെതിരെ അമേരിക്കയിൽ ലോബിങ് നടത്തിയതും ഇസ്രായേലാണ്. ഈ ലോബിങ്ങിന്റെ അടുത്ത ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നടക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ എത്ര ലക്ഷം കോടി മുടക്കിയെന്ന് അറിയത്തില്ല. ആ മുടക്കിയതിന്റെ അനുരണനങ്ങൾ ഇപ്പൊ ഹോർമൂസിൽ നമുക്ക് കാണാനും പറ്റും. എന്നിട്ടാണ് ട്രംപ് അണ്ണൻ പറയുന്നത് ഈ ഉരുണ്ട് പെരളല്, പെർഹാപ്സ് ഇമ്പോർട്ടന്റ്, പെർഹാപ്സ് നോട്ട്, ചിലപ്പോ അത് ഭയങ്കര സംഭവം, ഇങ്ങനത്തെ സാധനം പറയാ. അതായത് ക്ലാരിറ്റി ഇല്ല. എന്താ ഇവന്മാർ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്നുള്ളതിന് ഒരു ക്ലാരിറ്റി ഇല്ല. ഈ ഖത്തറിൽ പോയിട്ട് എന്താ സംസാരിക്കാൻ പോകുന്നതെന്നുള്ളതിനും അതിനും ഒരു ക്ലാരിറ്റി ഇല്ല. അതായത് മിലിറ്ററി ജയന്റ് ആണ്, അമേരിക്കൻ മൈറ്റ് ആണ് എന്നൊക്കെയുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ആക്ച്വലി ഇത്രയും കാലം ഇവന്മാര് പിടിച്ചു നിന്നേ. ആ മൈറ്റിന്റെ തലേ കൂടെ പോയിട്ടാണ് ഇറാൻ ആക്ച്വലി സൂപ്പർസോണിക് ബോംബുകളും മിസൈലുകളും അങ്ങ് ഇട്ടത്. ഇതോടുകൂടെ മൈറ്റ് അങ്ങ് പൊളിഞ്ഞു.
ഇപ്പൊ മൈറ്റ് ഇല്ല, ഡിപ്ലോമസിയുടെ ഭാഷയിൽ സംസാരിക്കേണ്ടി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഭീഷണികളുടെ പെരുമഴക്കാലം ഇല്ലാണ്ടായി. ഭീഷണികൾ എന്നാലും പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ഭീഷണിയുള്ള ഒരു വാക്ക് ട്രംപ് അങ്ങ് പറയുമ്പോ ഒരു ദിവസം അങ്ങ് ചർച്ച പുറകോട്ട് പോവാ. ഇറാൻ അങ്ങ് മാറി നിൽക്കുക ഭീഷണി അങ്ങ് ഇടുന്ന സമയത്ത്. അത് മാത്രമല്ല, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിന്ന് അമേരിക്കക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവഹേളനം എന്ന് പറയുന്നത് കണക്കില്ലാത്തതാണ്. അതായത് ഇതിനകത്ത് ഇപ്പൊ ഒരു അമേരിക്കൻ സെനറ്റർ ആണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ആ പേര് ഓർമ്മയില്ല. അതായത് ഇസ്രായേലിനെ കളിയാക്കിക്കൊണ്ട് ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഹമാസിനെ പോലും നേരിടാൻ കഴിവില്ലാത്തവരാണ് ഇറാനിലെ ഭരണം അട്ടിമറിക്കാൻ നോക്കുന്നത്. കാലിഫോർണിയ ഗവർണറാ പറഞ്ഞത്. അതായത് ഇവന്മാരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ പറയുന്നത്. അതായത് ഗ്രൗണ്ട് റിയാലിറ്റി എക്സാക്ട്ലി എന്താണെന്നുള്ളത് അറിയുന്ന ആൾക്കാരും ഗ്രൗണ്ട് റിയാലിറ്റിനെ കുറിച്ച് ഒരു ബോധവും ഇല്ലാണ്ട് ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടിൽ ഇങ്ങനെ അഭിരമിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട്. ആ കൂട്ടത്തിലുള്ള കുറച്ച് ടീമുകളാണ് ഇപ്പോ ഈ പറയുന്ന ഇറാൻ അതാക്കും മുക്കി വലിച്ചു കയറ്റും എന്ന് പറഞ്ഞിട്ട് പോന്നേ. അത് മാത്രമല്ല, ഈ 40 ദിവസത്തിന്റെ ഇടയ്ക്ക് ഇറാന്റെ ആവശ്യമായിട്ടുള്ള മിലിറ്ററി ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടും കൂടെ പുറത്തു വരുന്നുണ്ട്. അപ്പോ ഈ $80 ബില്യൺ കോൺഗ്രസിന്റെ മുന്നിൽ ഇങ്ങനെ എരച്ച് നിന്നിട്ടുണ്ടല്ലോ, അതായത് ഇങ്ങനെ താന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുണ്ടല്ലോ. ആ $80 ബില്യൺ കിട്ടി കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങൾ തീരൂല. ഇപ്പൊ അതിന്റെ ഒരു റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. 60 ഡോളറിലോട്ട് ബാരലിന്റെ എണ്ണ, ഒരു ബാരൽ എണ്ണയുടെ വില എത്തിയിട്ടും അമേരിക്കൻ കമ്പനികള് ഓയിൽ പ്രൈസ് കുറയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദീനരോധനം. ഈ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഹോർമൂസിൽ ഇപ്പൊ പുതിയൊരു ട്രാക്ക് ഉണ്ടാക്കി അതിലൂടെ കപ്പലോടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇറാൻ പോയി ആക്രമിക്കും, ഓയിൽ പ്രൈസ് കൂടും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തില് ഈ ഖത്തറിൽ നടക്കാനിരുന്ന ചർച്ചയിൽ നിന്നും ഇറാൻ പിന്മാറുന്നത്. ട്രംപ് പോയി പണി നോക്ക്, ഞങ്ങൾക്ക് കൂടെ നടക്കാൻ ഒരു താല്പര്യവുമില്ല. അമേരിക്കൻ മൈറ്റ് എന്ന് പറയുന്ന പൊള്ളയായ വാദം ഉണ്ടല്ലോ, അത് പൊളിഞ്ഞടങ്ങി. ഇനി ഞങ്ങൾ പറയും, ഞങ്ങൾ തീരുമാനിക്കും. അതാണ് ഇറാൻ ചെയ്യുകയും ചെയ്യുന്നത്, ഇറാൻ പറയുകയും ചെയ്യുന്നത്. അതായത് ഇറാന്റെ അനുമതി ഇല്ലാതെ, ഇറാന്റെ മോണിറ്ററിംഗ് ഇല്ലാതെ ഒരു ഒറ്റ കപ്പല് ഹോർമൂസിലൂടെ കടന്നു പോകില്ല. ലോകത്തിലെ എണ്ണയുടെ 20% കയറ്റുമതി ചെയ്യുന്ന സ്ഥലമാണ് ഈ ഹോർമൂസ്. ഫെർട്ടിലൈസേഴ്സ്, ഇന്ത്യയിൽ അടക്കം മൺസൂൺ കാലത്ത് കൃഷി നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫെർട്ടിലൈസേഴ്സ് ഇവിടെ വരണം. അതേപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, LNG, ഇതെല്ലാം വരുന്നത് ഈ റൂട്ടിലൂടെയാ. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കാൻ പോകുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഈ പറയുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളാ. അപ്പോ ഇതാണ് അവസ്ഥ എന്നുള്ളതാണ് നന്നായിട്ട് ആട്ടി വിട്ടിട്ടുണ്ട് ട്രംപെ പോയി പണി നോക്കിക്കോന്നും പറഞ്ഞിട്ട്.